നമസ്കാരം. ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമല്ലെങ്കിലും റെയിൽവേ എന്ന സങ്കല്പത്തിൽ തന്നെയുള്ള അതിവേഗ റെയിൽ പാത അതിനെക്കുറിച്ചാണ്. റെയിൽവേയും ട്രെയിനും നമ്മുടേത് എന്ന് കേരളത്തിന് തോന്നിത്തുടങ്ങിയത് എന്നു മുതലാണ്? റെയിൽവേ സ്റ്റേഷനുകൾ ഇത്ര വൃത്തിയുള്ളതായത് എന്നു മുതലാണ്? ഇത്രത്തോളം സാമാന്യ ജനങ്ങൾ കേരളത്തിൽ റെയിൽവേ ഉപയോഗിക്കാൻ തക്ക രീതിയിൽ റെയിൽ സംവിധാനം ഇത്ര സുഗമമായതെന്നാണ്? ഈ ചോദ്യങ്ങൾ വെറും ചോദ്യങ്ങളല്ല. അവയുടെ ഉത്തരം തേടുമ്പോൾ നമ്മുടെ രാജ്യം വളർന്നതും വികസിച്ചതും എത്രത്തോളമെന്ന് വ്യക്തമാകുന്നുണ്ട്. പണ്ട് വല്ലപ്പോഴും ഉച്ചത്തിൽ ചൂളം വിളിച്ച് പാഞ്ഞു പോകുന്ന നീളൻ അതിശയമായിരുന്നു ട്രെയിൻ. കുട്ടിക്കാലത്തെ ഒരു പാട്ടിൽ ആ അതിശയമുണ്ട്. കൂകൂ കൂകൂ തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി എന്നൊരു പാട്ടില്ലേ? ആ പാട്ടിൻ്റെ ഈണവും താളവും മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട് എന്ന പാട്ടിൻ്റേതാണെങ്കിലും ഒന്നിൽ കുഞ്ഞാടിനോടുള്ള അടുപ്പവും തീവണ്ടിപ്പാട്ടിൽ അതിശയവുമായിരുന്നു. ഇന്ന് കേരളത്തിൽ ട്രെയിനിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. അതനുസരിച്ച് കൂടുതൽ ട്രെയിനും ആവശ്യം വരുന്നു. ആവശ്യത്തിന് വണ്ടി ഓടിക്കാൻ റെയിൽപാളമില്ല, കൂടുതൽ പാളത്തിന് കൊടുക്കാൻ സ്ഥലമില്ല. അതിനിടെയാണ് പുതിയ റെയിൽ പദ്ധതികൾ ഉയർന്നു വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റേതാണ് റെയിൽവേ. നയവും പദ്ധതിയും കേന്ദ്രത്തിൻ്റേതാണ്. നടപ്പിലാക്കാൻ ചില സഹായങ്ങൾ കേന്ദ്ര സർക്കാരിനും റെയിൽവേ ബോർഡിനും അതത് സംസ്ഥാനങ്ങളുടേതായി വേണം എന്ന് മാത്രം. പക്ഷേ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപിത പദ്ധതികൾ പലതും കേരളത്തിൽ ഇഴഞ്ഞ് നീങ്ങുന്നത് കേരളത്തിൻ്റെ സഹായവും സഹകരണവും റെയിൽവേക്ക് വേണ്ട വിധത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്. അത് പലവട്ടം മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരും പല ഔദ്യോഗിക വേദികളും പറഞ്ഞിട്ടുള്ളതാണ്. ശബരിമലയിലേക്ക് അങ്കമാലിയിൽ നിന്നൊരു പാത, നിലമ്പൂരിൽ നിന്ന് നഞ്ചങ്കോട്ടേക്ക് ഒരു പാത, തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്ക് ഒരു പാത, ഈ പദ്ധതികൾ നടപ്പിലാകാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അതിനിടെയാണ് സംസ്ഥാന സർക്കാർ കെ-റെയിൽ എന്ന പേരിൽ സിൽവർ ലൈൻ ഹൈ സ്പീഡ് ട്രെയിൻ എന്ന പദ്ധതിയുമായി ഇറങ്ങിയത്. മഞ്ഞക്കുറ്റികളിട്ടതും നിർബന്ധിതമായി സ്ഥലമേറ്റെടുത്തതും വിവാദവും ബഹളവും പ്രക്ഷോഭവും കേസുകളുമായി പദ്ധതി ഇന്നും അനിശ്ചിതമായി തുടരുകയാണ്. അങ്ങനെയിരിക്കെ ലോകത്ത് തന്നെ പ്രസിദ്ധനായ ടെക്നോക്രാറ്റ് മെട്രോ ശ്രീധരൻ എന്ന ശ്രീധരൻ ഒരു പുതിയ അതിവേഗ റെയിൽപാത അവതരിപ്പിച്ചിരിക്കുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ ലൈൻ KHSR എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ വിശദ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ DPR അത് തയ്യാറാക്കി കഴിഞ്ഞു. ശ്രീ ശ്രീധരൻ ഈ വിഷയത്തിൽ കേന്ദ്ര റെയിൽ വകുപ്പ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിനെ കണ്ട് ചർച്ച നടത്തി. പ്രാഥമിക റിപ്പോർട്ട് 2024 ഫെബ്രുവരിയിൽ തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും കേന്ദ്ര റെയിൽ മന്ത്രിക്കും അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പദ്ധതിയുടെ വിശദ റിപ്പോർട്ട് മെട്രോമാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. റിപ്പോർട്ടിലേക്ക് കടക്കും മുമ്പ് ശ്രീ ശ്രീധരനെക്കുറിച്ച് ചിലത് പറയണം. വയസ്സ് 93ആയി. പാലക്കാട് പട്ടാമ്പിക്കടുത്ത് കറുകപുത്തൂർ സ്വദേശിയായ ഏലാട്ടുവളപ്പിൽ ശ്രീധരൻ ഇന്ന് ലോകം അറിയുന്ന അംഗീകരിക്കുന്ന എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദഗ്ധനാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. റെയിൽവേ ബോർഡ് അംഗമായതോടെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഉയരുകയായിരുന്നു. സാങ്കേതികവിദ്യയിൽ അത്ഭുതവും മാതൃകയുമായ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം അദ്ദേഹത്തിനെ അതിപ്രശസ്തനാക്കി. പിന്നീട് ഡൽഹി മെട്രോ റെയിൽ പദ്ധതി, കാശ്മീരിലുൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ പലതരം വികസന പദ്ധതികൾക്ക് പിന്നിൽ മെട്രോമാൻ്റെ ബുദ്ധിയും നൈപുണ്യവുമുണ്ട്. രാജ്യം അദ്ദേഹത്തിന് 2001 പത്മശ്രീയും 2008 പത്മവിഭൂഷൺ ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട്. കേരളത്തിലെ റെയിൽ വികസന പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിന് മെട്രോമാൻ്റെ സേവനം വിനിയോഗിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ അതുണ്ടായില്ല. പക്ഷേ സ്വന്തം നിലപാടും പദ്ധതികളും അവതരിപ്പിക്കാൻ മടിയില്ലാത്ത, അറിയാവുന്ന മേഖലയിൽ പ്രവർത്തിക്കാനല്ലാതെ അടങ്ങിയിരിക്കാൻ ശീലിച്ചിട്ടില്ലാത്ത അദ്ദേഹം ഈ 93-ാം വയസ്സിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് കേരള അതിവേഗ റെയിൽപാത. എന്തിന് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, വികസനത്തിന് കൃത്യമായ പദ്ധതി വേണം, അത് ദീർഘകാലം ഉപകരിക്കുന്നതാവണം, ചെലവ് കുറഞ്ഞതായിരിക്കണം, അതിസാധാരണക്കാർക്കും പ്രയോജനകരമാകണം. നമുക്ക് മെട്രോമാൻ്റെ പദ്ധതിയിലേക്കൊന്ന് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയണം. നല്ല പണ്ഡിതനായ ആധ്യാത്മിക ജീവിതം പിന്തുടരുന്ന ശ്രീ ശ്രീധരൻ ഒരു കാര്യം പറയുന്നു. സമയനിഷ്ഠ, വിശ്വാസ്യതയുടെ പ്രശ്നമാണത്. എനിക്ക് അത് നിർബന്ധമാണ്. ഞാൻ പ്രവർത്തിച്ചിടത്തെല്ലാം അത് പാലിച്ചിട്ടുണ്ട്. കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് ചർച്ച നടത്തിയത് ജനുവരി 16-നായിരുന്നു. ശേഷം പൊന്നാനിയിൽ വീടിനടുത്ത് ഒരു ഫെബ്രുവരി 2 ആണ് അദ്ദേഹം അതിവേഗ പാതയ്ക്കായിട്ട് ഒരു ഓഫീസ് തുറന്നു. ഫെബ്രുവരി 24 21 ദിവസത്തിനുള്ളിൽ മെട്രോമാൻ പദ്ധതിയുടെ വിശദ റിപ്പോർട്ട് തയ്യാറാക്കി. അത് 24-ന് അവതരിപ്പിച്ചു.
സാധാരണ മാസങ്ങളെടുത്താണ് പലപ്പോഴും ഇത്തരം പദ്ധതികൾക്ക് DPR ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കേരളയിലുണ്ടല്ലോ, കേരയിൽ പദ്ധതി. അത് കേരളം ഒരു പദ്ധതിയായിട്ട് അവതരിപ്പിച്ച ശേഷം അതിൻ്റെ DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2.5 വർഷം എടുത്തു. പക്ഷേ 3 ആഴ്ചയ്ക്കുള്ളിൽ ശ്രീധരൻ്റെ റിപ്പോർട്ട് ആയി. ആദ്യമേ പറയട്ടെ, വിസ്മയമാകും ഈ പദ്ധതി, വിപ്ലവമാകും ഇത് നടപ്പിൽ വന്നാൽ. വികസനത്തിൻ്റെ ഒരു പുതിയ കുതിപ്പാകും ഈ പദ്ധതി. ഈ അതിവേഗപാതയുടെ ദൂരം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 465 കിലോമീറ്ററാണ്. 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 200 മിനിറ്റ്. യാത്ര ചിലവ് 780 രൂപ മാത്രം. ബസ് നിരക്കിലും സാധാരണ റെയിൽവേ നിരക്കിലും കുറവ്. ഏത് സാധാരണക്കാരനും യാത്ര ചെയ്യാവുന്ന പ്രീമിയം AC ചെയർ കാറുകളായിരിക്കും ഇതിൻ്റെ പ്രത്യേക കോച്ചുകൾ. എന്ന് പറഞ്ഞാൽ മറ്റ് ട്രെയിനുകളിൽ കിട്ടുന്ന AC ചെയർ കാർ സീറ്റുകൾക്ക് തുല്യമായ സംവിധാനം, ഒറ്റ നിരക്കിൽ ഒറ്റ ക്ലാസ്സേ ഉണ്ടാവൂ. എന്നാൽ ഈ AC ചെയർ കാർ പ്രീമിയം ആയിരിക്കും. കുഷൻ, പുഷ് ബാക്ക് സീറ്റുകൾ, ഏറ്റവും മികച്ച സൗകര്യം എല്ലാം ഉണ്ടാവും. ഈ ക്ലാസ്സിൽ വന്ദേ ഭാരത് ടിക്കറ്റ് നിരക്ക് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 1168 രൂപയാണ്. KSRTCക്ക് അത്രയും ദൂരം പിന്തുടരാൻ 1250 രൂപ കൊടുക്കണം. 12 മണിക്കൂർ വരെ യാത്രാ സമയമെടുക്കും. ആ ദൂരമാണ് 20 മിനിറ്റിനുള്ളിൽ എത്താനാവുന്നത് 780 രൂപയ്ക്ക്. കാറിൽ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ കണ്ണൂർ വരെ പോകാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഇന്ധന ചെലവ് മാത്രം വരും 5000 രൂപ. വിമാന നിരക്ക് കുറഞ്ഞത് 2500 രൂപയെങ്കിലും ആകും. തൂണിലും തുരങ്കത്തിലൂടെയുമാണ് ഈ പാളം കടന്നു പോകുന്നത്. പാതയുടെ 25 മീറ്റർ മാത്രമേ തുരങ്കമുണ്ടായുള്ളൂ. അത് പാത തുടങ്ങുന്ന തിരുവനന്തപുരം സെൻട്രൽ മുതൽ തിരുവനന്തപുരം എയർപോർട്ട് വരെയുള്ള ദൂരം. ബാക്കി തൂണിലായിരിക്കും. ഓരോ 20 മീറ്ററിൽ തൂണുകളുണ്ടാവും. പദ്ധതിയുടെ കാലവും ചെലവും പ്രധാനമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പദ്ധതി കാലബദ്ധമായി നടപ്പിലാക്കിയില്ലെങ്കിൽ വന്നു ചേരുന്ന ചെലവ് വലുതാണ്. 4.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പദ്ധതിക്ക് ആകെ വരുന്ന ചെലവ് 56,500 കോടിയാണ് പരമാവധി. ഇനിയും നടപ്പിലാകാത്ത കേരളിന് 63,000 അല്ല 64,000 രൂപയാണ് പ്രാഥമിക ചിലവായി കണക്കാക്കിയിരുന്നത്. അതിവേഗ പാതയ്ക്ക് 180 കിലോമീറ്റർ വരെ വേഗം കിട്ടും. സാധാരണ 140 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. അതിന് കമേഴ്ഷ്യൽ സ്പീഡ് എന്നാണ് റെയിൽവേ പറയുക. 200 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടിക്കാൻ പാകത്തിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഡിസൈൻ സ്പീഡ് 200 കിലോമീറ്റർ, അതിൻ്റെ പ്രത്യക്ഷത്തിൽ യാത്ര ചെയ്യുന്ന വേഗം 140 കിലോമീറ്റർ, 180 കിലോമീറ്റർ വരെ വേഗമുണ്ടാവാം. ഒരു സ്റ്റേഷനിൽ 1 മിനിറ്റ് വണ്ടി നിർത്തുകയും ചെയ്യും. 4 വിമാനത്താവളങ്ങളെ സ്പർശിച്ചാണ് ഈ പാത പോകുന്നത്. കാലത്ത് 6 മണി മുതൽ ഓപ്പറേഷൻ തുടങ്ങും. രാത്രി 8 മണിക്കായിരിക്കും അവസാനത്തെ സർവീസ്. ക്രമത്തിൽ ഇത് 5 മിനിറ്റ് ഇടവിട്ട് ട്രെയിനുകൾ ഓടിക്കുന്ന തരത്തിൽ ആകും. പക്ഷേ ആദ്യം അരമണിക്കൂർ ഇടവിട്ടായിരിക്കും സർവീസുകൾ നടത്തുക. ആദ്യത്തെ ഘട്ടത്തിൽ 8 കോച്ചുകളുള്ള 18 ട്രെയിൻ ഓടിക്കും. അത് ഒരു 44,000 പേർക്ക് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനാവും. പിന്നീട് അത് 36 ട്രെയിനുകൾ ആകുമ്പോൾ 5 മിനിറ്റ് നേരം ഇടവിട്ട് സർവീസുകൾ നടത്താനാവും. അങ്ങനെ ആകുമ്പോൾ ദിവസം 5 ലക്ഷം പേർക്ക് ഈ സേവനം വിനിയോഗിക്കാനാവും എന്നാണ് കണക്ക്. 4.5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാകും. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്ന DMRC ആണ് പണി നടത്തണം. അവർ പണി നടത്തിയാൽ ഈ പറഞ്ഞ 4.5 വർഷം കൊണ്ട് നടക്കും. ഇല്ലെങ്കിൽ അത് നീണ്ടുപോകും. കാരണം ഈ DMRC അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിർമ്മാണ സംവിധാനങ്ങളുള്ള ഒരു കോർപ്പറേഷനാണ്. വിശ്വാസ്യത അവർക്ക് അത്രമാത്രമുണ്ട്. അവരെ പോലെ വേറെ ആർക്കും വിശ്വാസ്യത ഇല്ല എന്ന് തന്നെ പറയാം. 20 സ്റ്റേഷനുകളാണ് ഈ മെട്രോ സംവിധാനത്തിന് ഉണ്ടാവുന്നത്. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ എന്നീ വിമാനത്താവളങ്ങളെ നേരിട്ടും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പരിസരത്തും കൂടിയായിരിക്കും ഈ പാത പോവുക. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പ്രത്യേക സംവിധാനം, ഇലക്ട്രിക് വാനുകൾ വെച്ച് സർവീസ് നടത്താനുള്ള സംവിധാനവും അതിനനുബന്ധമായിട്ടുണ്ടാകും. ഈ പാതയ്ക്ക് നിലവിലുള്ള സതേൺ റെയിൽവേയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. അതിനാൽ റെയിൽവേയുമായി ബന്ധപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ വാൻ സർവീസ് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നിലവിൽ കണക്കാക്കിയിരിക്കുന്നത്. ഈ റെയിൽവേക്കുമായി ബന്ധമില്ലാതാകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേക്കും വലിയ നേട്ടമുണ്ടാകും. കാരണം അധിക ദൂര സർവീസുകൾ, പിന്നെ ചരക്ക് വണ്ടികൾ, ഇവ മാത്രമായിരിക്കും നിലവിലുള്ള റെയിൽ പാളത്തിലോട്ട് ഓടുക. അപ്പോൾ വണ്ടികൾ കൃത്യസമയത്ത് ഓടിക്കാൻ പറ്റും. സമയനിഷ്ഠയോടെ വണ്ടി ഓടിക്കാൻ പറ്റും. സുരക്ഷ, വൃത്തി, സമയനിഷ്ഠ, യാത്ര ചെലവ് കുറവ് എന്നിവയാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമായി കാണുന്നത്. അതിവേഗ പാതയുടെ സ്റ്റേഷനുകളെ സാധാരണ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തുവാൻ വേണ്ടി ഇലക്ട്രിക് വാനുകളുടെ പ്രത്യേക സർവീസ് ഉണ്ടാകുമെന്ന് നേരത്തെ പറയുകയും ചെയ്തതാണ്. ഇനി എന്തായിരിക്കാം ഇതിൻ്റെ ഘടനയെന്ന് നോക്കുക. കേന്ദ്ര സർക്കാരിന് 51%, സംസ്ഥാന സർക്കാരിന് 49% പങ്കാളിത്തമുള്ള സംവിധാനത്തിലായിരിക്കും പദ്ധതി നടപ്പാക്കുക.
കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ മാതൃകയാണ് പിന്തുടരുക. ഇതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറെ നിർദ്ദേശിക്കുന്നതും നിശ്ചയിക്കുന്നതും കേന്ദ്ര സർക്കാരായിരിക്കും. 2 ഡയറക്ടർമാരെ വീതം 2 സർക്കാരുകൾക്കും നിശ്ചയിക്കാം. കേന്ദ്ര സർക്കാരിന് വർഷം 4034 കോടി രൂപ അത്രയായിരിക്കും ഒരു വർഷം ചിലവ് വരുന്നത്. സംസ്ഥാനത്തിന് 3876 കോടി രൂപയുമേ ചിലവാകുകയുള്ളൂ. ഇതിന് പുറത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്റ്റേണൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. റെയിൽ ഫിനാൻസ് സംവിധാനം വഴി തന്നെ പണം കണ്ടെത്താനാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചിലവ് കുറയ്ക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഉണ്ട്. ചിലവ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് സർവീസിന് വേണ്ടുന്ന മുഴുവൻ ഊർജ്ജവും, അത് ഇലക്ട്രിക് സംവിധാനമായിരിക്കും. ആ ഇലക്ട്രിക് സംവിധാനത്തിന് വേണ്ട മുഴുവൻ വൈദ്യുതിയും കോർപ്പറേഷൻ സോളാർ സംവിധാനത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. കേരളത്തിൻ്റെ വൈദ്യുതി ബോർഡിനെയൊന്നും അതിനെ ആശ്രയിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി ലഭ്യത പ്രശ്നമോ, അവർക്ക് വൈദ്യുതി കൊടുക്കുന്നതുകൊണ്ട് സാധാരണക്കാരന് വൈദ്യുതിക്ക് ചാർജ് കൂടുതൽ വാങ്ങുകയോ കൂടുതൽ പൈസ ചാർജ് കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഭൂമി ഏറ്റെടുക്കുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. കാര്യം 20 മീറ്റർ വീതിയിലാണ് പാത പോകുന്നത്. അപ്പോൾ തൂണുകൾ സ്ഥാപിക്കുവാനുള്ള സംവിധാനം മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വില കൊടുക്കും. അത് പണിത് കഴിഞ്ഞാൽ ആ ഭൂമി അതിൻ്റെ പകുതിയിലേറെ തുച്ഛമായ വാടകയ്ക്ക്, തുച്ഛമായ നിരക്കിൽ ഉടമയ്ക്ക് തന്നെ വ്യവസ്ഥകളോടെ പാട്ടത്തിന് കൊടുക്കാം. അവിടെ ചെറിയ ചെറിയ കൃഷികൾ നടത്താം. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴികെ ചില നിബന്ധനകളുണ്ടാകും. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭാഗം വിനിയോഗിക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, ഈ വാഴയ്ക്ക് നനച്ചാൽ ചീരയ്ക്കും ഗുണമുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് അക്കാര്യം. അതായത് അതിവേഗ പാതയ്ക്ക് വേണ്ടിയിട്ട് തൂണുകൾ ഭൂമിയിലേക്ക് ഇറക്കണമല്ലോ. അങ്ങനെ 465 കിലോമീറ്റർ പാതയിൽ അതിൽ ശേഖരിക്കുന്ന മഴവെള്ളം ഈ തൂണുകളിലൂടെ മണ്ണിലേക്ക് ഇറങ്ങി ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കും. കേരളത്തിലും മറ്റെല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ ജലനിരപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഭൂഗർഭ ജലനിരപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ജലലഭ്യത കൂട്ടും, ഭൂമിയുടെ അവസ്ഥയ്ക്കും നല്ല ഗുണമുണ്ടാക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി ഈ പാത മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല, യാത്രാവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും. വലിയൊരു വിഭാഗം യാത്രക്കാർ ഈ വഴിയിൽ തിരിയുന്നതോടെ സാധാരണ റെയിൽപാതയിൽ തിരക്ക് കുറയും. വണ്ടികൾ യഥാസമയം ഓടിക്കാൻ പറ്റും. ചരക്ക് ഗതാഗതത്തിന് ആ പാത വിനിയോഗിക്കാം. പുതിയ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പാളങ്ങൾ ഉണ്ടാക്കേണ്ടി വരില്ല. ഇത് റെയിൽവേക്ക് പല വഴിയിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഏത് വഴിയാണ് ഈ പാത പോകുന്നതെന്നും പറയണ്ടേ, എവിടേക്കാണ് സ്റ്റേഷനെന്നും. പാത കടന്നു പോകുന്നതിൽ വഴിയിൽ 20 സ്റ്റോപ്പുകളാണുള്ളത്. തിരുവനന്തപുരത്താണ് തുടക്കം. തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, എറണാകുളം ബൈപ്പാസ്, നെടുമ്പാശ്ശേരി, തൃശ്ശൂർ, പട്ടാമ്പി, മലപ്പുറം, കരിപ്പൂർ എയർപോർട്ട്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെ 20 സ്റ്റോപ്പുകളാണ് ഇതിനുള്ളത്. യാത്രയ്ക്ക് വേണ്ടി വരുന്ന സമയം കൂടി കേൾക്കുമ്പോഴാണ് ഏറ്റവും കൗതുകം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്രയ്ക്ക് 3.20 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 20 മിനിറ്റ്. 465 കിലോമീറ്റർ യാത്ര ചെയ്യാനാണെന്ന് ആലോചിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്ക് എത്തുവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ 18 മിനിറ്റ് മതി. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുവാൻ വേണ്ടി 2 മണിക്കൂർ 16 മിനിറ്റ് മതി. ഇങ്ങനെയാണ് യാത്രാസമയം. ഇതിന് ഈ റെയിൽവേ സംവിധാനത്തിന് ഒരു 2ാം ഘട്ടം കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് പാത നിർമ്മിച്ചാൽ ആ വഴിയും യാത്ര ചെയ്യാനാവും. ഉദാഹരണത്തിന് 2ാം ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് ഒരു വഴിയുണ്ട്. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റയ്ക്ക് വയനാട്ടിലേക്ക് ഒരു വഴിയുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക്, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക്, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക്, പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് പാറശാലയിലേക്ക് എന്നീ ഉപവഴികൾ ഈ ആസൂത്രണത്തിലുണ്ട്. ഇതിന് വേണ്ടി വരുന്നത് 35,000 കോടി രൂപയാണ് അതിന് വേണ്ടത്. 2ാം ഘട്ട പാതകൾ കൂടി വരുമ്പോൾ അതൊരു മറ്റൊരു റെയിൽ വിപ്ലവമാവും. അങ്ങനെ പറയാൻ കാരണം വയനാട്ടിലെ കൽപ്പറ്റയിലേക്ക് അതിവേറെ റെയിൽ പാത എന്ന് പറയുമ്പോൾ കോഴിക്കോട്ട് നിന്ന് 1/2 മണിക്കൂർ മതി എത്താനായിട്ട്. ചുരത്തിലെ റോഡിൽ കുടുങ്ങി മണിക്കൂറുകൾ നഷ്ടപ്പെടുന്ന വയനാട്ടുകാർക്ക് ഈ വാർത്ത പോലും ആശ്വാസമായിരിക്കും. അങ്ങനെ വയനാട്ടിലേക്ക് റെയിൽ എത്തുക, ട്രെയിൻ എത്തുന്ന ഒരു സംവിധാനം, വയനാട്ടിലേക്ക് ട്രെയിൻ ഓടിക്കുന്ന പദ്ധതി ഒരു സംഭവമാകും. ശബരിമലയിലെ പമ്പയിലേക്കും ഈ അതിവേഗ പാത നീളും. പത്തനംതിട്ട ജില്ലയിലേക്ക് റെയിൽ കടക്കുന്നു എന്ന് പറയുന്നതും വലിയ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഈ അതിവേഗ പാത റെയിൽ ബന്ധമില്ലാത്ത 2 ജില്ലകളിൽ വണ്ടി ഓടാൻ കൂടി സഹായകമാകുന്ന ഒരു പദ്ധതിയാണ്. വയനാട്ടിലേക്ക് റോഡിന് 2ാം ചുരം ഉണ്ടാക്കിയും തുരങ്കം നിർമ്മിച്ചും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും കോടിക്കണക്കിന് രൂപ മുടക്കുന്ന പദ്ധതികൾക്ക് ബദലായി മാറും ഈ പുതിയ പദ്ധതി. വയനാട്ടിലേക്ക് 48 കിലോമീറ്റർ തൂണിൽ പോകുന്ന മേൽപ്പാതയായിരിക്കും. ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, മാത്രമല്ല നല്ലൊരു ടൂറിസ്റ്റ് പാത കൂടിയായി ഇത് മാറുകയും ചെയ്യും. ശബരിപാത എന്ന ഇനിയും നടപ്പാക്കാത്ത പദ്ധതിക്ക് ബദലായിരിക്കും ഈ പാത. 2ാം ഘട്ട നിർമ്മാണത്തിൽ ശുപാർശ ചെയ്യുന്ന പത്തനംതിട്ട പമ്പ അതിവേഗ പാത, അത് 40 കിലോമീറ്റർ പാതയിൽ
പമ്പയിലെത്തുവാൻ വേണ്ടിയിട്ട് പത്തനംതിട്ടയിൽ നിന്ന് 20 മിനിറ്റ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. റെയിൽവേക്ക് വൻ ലാഭം ഉണ്ടാക്കുന്നതാകും ഈ പദ്ധതി. ശബരിപാതയ്ക്ക് പകരമാവുകയും ചെയ്യും. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഉണ്ടാക്കുന്ന അതിവേഗ പാതയുടെ ദൂരം 52 കിലോമീറ്ററാണ്. അതിന് യാത്ര ചെയ്യുവാൻ വേണ്ടി വരുന്ന സമയം 23 മിനിറ്റ് മാത്രം. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് അതിവേഗ പാതയുടെ ഒരു രണ്ടാം ഘട്ടം ഉണ്ട്. 50 കിലോമീറ്ററാണ് ദൂരം. അത് 22 മിനിറ്റിലെത്താം. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് 52 മിനിറ്റിൽ എത്താൻ പറ്റും എന്ന് ചുരുക്കം. കോഴിക്കോട് നിന്ന് പട്ടാമ്പിയിൽ ഇറങ്ങുക, പട്ടാമ്പിയിൽ നിന്ന് ഉപപാതയിലൂടെ പാലക്കാട്ടേക്ക് പോവുക. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള വിവാദത്തിൽപ്പെട്ട് കിടക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന കോഴിക്കോട് പാലക്കാട് റോഡ് പദ്ധതിയിലെ 10,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതി ഒരുപക്ഷെ വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ആ തരത്തിലും ലാഭകരം ആക്കാവുന്ന ഒരു സംവിധാനമാണത്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 22 കിലോമീറ്റർ ഉണ്ട് ഈ പാത വരികയാണെങ്കിൽ. അതിന് വെറും 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് തൃശ്ശൂരും ഗുരുവായൂരും നമ്മൾ കണക്ട് ചെയ്യാനാവുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പാറശാലയ്ക്ക് അതിവേഗ പാതയുടെ നീളം ഒരു 29 കിലോമീറ്റർ വരും. ഇതിന് ദൂരം 13 മിനിറ്റിൽ ഈ ദൂരം താണ്ടാനാവും. കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് 82 കിലോമീറ്റർ പാത, അത് 36 മിനിറ്റ് കൊണ്ട് എത്താം. ഈ പദ്ധതി ഉണ്ടാക്കുന്ന മറ്റ് ചില നേട്ടങ്ങൾ കൂടി പറയാം. റോഡ് യാത്രക്കാരായ ഒരു 45,000 പേര് സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതിലൊരു 30,000 പേരെങ്കിലും ഈ പാതയിലേക്ക് മാറും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം കുറയൽ അത് വളരെയേറാണ്. 600 ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രതിദിനം കാറ്, ബസ്, ഇരുചക്ര വാഹനങ്ങൾ വഴി ഉണ്ടാവുന്നത്. അത് തടയാനാവും. ഒന്ന്. രണ്ടാമത്, പെട്രോൾ ഡീസൽ ഇനത്തിലെ വൻ ചെലവ് കുറയ്ക്കാനാകും. ഉദാഹരണത്തിന് തുടക്കത്തിൽ 45,000 പേര് ഈ വാഹന സംവിധാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഈ അതിവേഗ പാതയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ പ്രതിദിനം 82 ടൺ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ലാഭിക്കാനാകും. പൂർണ്ണശേഷിയിൽ അതിവേഗ പാതയിൽ ട്രെയിൻ ഓടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം പേർ യാത്ര ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ 980 ടൺ ഇന്ധന ലാഭം ഉണ്ടാകും. അതിലൂടെ വർഷം 3.5 ലക്ഷം ടൺ ഇന്ധനം ലാഭിക്കാം. അതായത് 35,000 കോടി രൂപയുടെ ലാഭം. ചെറിയ കാര്യമല്ല. റോഡിലെ തിരക്കൊഴിവാക്കാം. 5 ലക്ഷം യാത്രക്കാരുണ്ട് റോഡിൽ ദിവസം. ഇത് വൻ തിരക്കുണ്ടാകുന്നുണ്ട്. അപകടങ്ങളും ദിവസം ഉണ്ടാകുന്നുണ്ട്. ഒരു 10 അപകടമാണ് ശരാശരി കണക്കാക്കുന്നത്. അങ്ങനെ അതിവേഗപാത ഇതിലെ ഈ അപകടം പകുതിയെങ്കിലും ആക്കി കുറയ്ക്കാനാകും. അതായത് വർഷം ഒരു 1,800ഓളം പേരുടെ ജീവൻ രക്ഷിക്കാനാകുമെന്നാണ് ഒരു കണക്കാക്കൽ ഈ DPRൻ്റെ ഭാഗമായി തയ്യാറാക്കിയപ്പോഴുണ്ടായിരിക്കുന്നത്. പ്രത്യേക കോച്ചുകളായിരിക്കും ഈ പാതയിൽ ഓടിക്കുക. ഈ പാതയുടെ നിർമ്മാണ ചെലവ് മറ്റ് പാതകളുടെ നിർമ്മാണത്തിൻ്റെ മൂന്നിലൊന്ന് ചെലവ് മാത്രമേ ആവശ്യം വരികയുള്ളൂ. അതാണ് ശ്രീധരൻ്റെ പദ്ധതി. അതായത് കോച്ചിൻ്റെ ഭാരം കുറവായിരിക്കും. ആ തരത്തിലുള്ള മെറ്റീരിയലുകൾ കൊണ്ടുണ്ടാക്കുന്ന കോച്ചുകളായിരിക്കും. പിന്നെ ഒന്ന് പറയട്ടെ, ഈ കോച്ചുകൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനാവും കേട്ടോ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ 3 അതിസാങ്കേതിക സംവിധാനങ്ങളുള്ള കോച്ചുകൾ ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ നമുക്കുണ്ട്. ഇതിൽ ഈ പാതയിലൂടെ ചരക്ക് വണ്ടികൾ പോകാത്തതുകൊണ്ട് പാളത്തിൻ്റെ നിർമ്മാണ ചെലവും കുറയ്ക്കാനാകും. സാധാരണ പാളത്തിൻ്റെ ഈ റെയിൽവേ പറയുന്ന ഒരു ഇതിന് സാങ്കേതിക കണക്കനുസരിച്ചിട്ട് ആക്സിൽ ലോഡ് എന്ന് പറയും. അത് 25 ടണ്ണാണ് ആക്സിൽ ലോഡ്. അത് ഈ പുതിയ പാതയിൽ അത് 16 ആക്സിൽ ലോഡിൽ 16 ടൺ ആക്സിൽ ലോഡിൽ ആയിട്ട് കുറയ്ക്കാനാവും. കാര്യം അതിൽ ഓടുന്ന റേക്കുകളുടെ കനമൊക്കെ അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള കാരണം കൊണ്ട്. അപ്പോൾ അതൊരു തരത്തിലൊരു വലിയ ലാഭം. രണ്ടാമത്, ഇതിനാവശ്യമായി വൈദ്യുതി മുഴുവൻ സോളാർ സംവിധാനം വഴി ഉൽപ്പാദിക്കും. അതും ചെലവ് ലാഭമാണ്. ഇനിയുമുണ്ട് ഈ പദ്ധതിയുടെ ആകർഷണീയത. പക്ഷേ ഒരു പക്ഷേ കൂടി ഈ പദ്ധതി അവതരിപ്പിച്ച് ശ്രീധരൻ സാർ പറയുകയുണ്ടായി. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ താല്പര്യം കാണിക്കുന്നില്ല. അവർ റെയിൽ പദ്ധതി നടപ്പാക്കുന്നുമില്ല. റെയിൽ പദ്ധതി നടപ്പിലാക്കുന്നില്ല, അതിൽ നിന്ന് പിൻവാങ്ങുന്നുമില്ല. മാത്രമല്ല, ഈ സർക്കാർ കേന്ദ്ര സർക്കാരുമായി സംഘർഷത്തിലാണ് എപ്പോഴും. അത് പദ്ധതി നടത്താൻ കേന്ദ്രം സന്നദ്ധമാണെങ്കിലും നടപ്പിലാകുമോ എന്ന് ആശങ്കയുണ്ടാക്കുന്നതാണ്. അത് കൃത്യമായി പറയാനാവുകയുമില്ല. വികസനത്തിന് സംഘർഷമല്ല വേണ്ടത്. എന്നാൽ BJP സർക്കാരാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ 3 മാസത്തിനുള്ളിൽ പദ്ധതി നിർമ്മാണം തുടങ്ങാനാവും എന്ന് അദ്ദേഹം ഒരു കാരണം പറയുകയുണ്ടായി. അത് അദ്ദേഹം ഒരു BJP പക്ഷത്തു നിന്ന് പറഞ്ഞതില്ല. വാസ്തവത്തിൽ ശരിയാണ്. കേന്ദ്രത്തിലെ സർക്കാർ ആ സർക്കാരിനെ നയിക്കുന്ന ആളുകളുടെ സർക്കാരാണ് കേരളത്തിലും ഉണ്ടാകുന്നതെങ്കിൽ വികസന കാര്യത്തിൽ 2 കൂട്ടർക്കും തുല്യമായ ഒരേ മനസ്ഥിതിയാണുള്ളതെങ്കിൽ യോജിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവുക. സംഘർഷവും ഉണ്ടാവും. ഒഴിവാക്കാൻ കഴിയുന്ന ആ സംഘർഷങ്ങൾ വഴി വികസനം എളുപ്പമാക്കാൻ പറ്റും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് മെട്രോമാൻ നൽകുന്നത്. അതിവേഗപാത അതിവേഗം വരാൻ വഴി തുറക്കട്ടെ. അതിൽ യാത്ര ചെയ്യാൻ നമുക്കും കഴിയട്ടെ. 4.5 വർഷം കൊണ്ട് അത് സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാവും. റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടാകുന്ന വലിയ ഒരു വിപ്ലവം തന്നെയാവും. നമസ്കാരം.